Hi dears, welcome to Edream BCom online class. Today we are discussing BCOE 141 Principles of Marketing and its block 2 Product and Unit 5 Product Concept and Classification. Principles of Marketing ഫസ്റ്റ് ബ്ലോക്കിൽ വന്ന യൂണിറ്റ്സിലെല്ലാം നമ്മൾ എന്താ നോക്കിയത്? എന്താണ് മാർക്കറ്റ്, എന്താണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, എങ്ങനെയാണ് മാർക്കറ്റേഴ്സ് കൺസ്യൂമേഴ്സിന് വേണ്ടി എന്തൊക്കെ പ്രോസസ്സുകളിലൂടെയാണ് അവർക്ക് വേണ്ട പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അവരൊരു ഡിസിഷൻ പ്രോസസ്സ് ബൈയിങ് ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കൺസ്യൂമേഴ്സിൻ്റെ അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാർക്കറ്റേഴ്സ് എന്തെല്ലാമാണ് ഓഫർ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഓഫർ ചെയ്യുന്നത്, അതായത് പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് ലൈൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 5 പ്രോഡക്റ്റ് കൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. സെക്കൻഡ് ബ്ലോക്സ് അതിൻ്റെ പേര് തന്നെ എന്താണ്? പ്രോഡക്റ്റ്. എന്താണ് പ്രോഡക്റ്റ്? അപ്പോൾ അതിൽ പ്രോഡക്റ്റ് കൺസെപ്റ്റ് ആൻഡ് ക്ലാസിഫിക്കേഷനാണ് 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മോഡേൺ കൺസെപ്റ്റ് പ്രകാരം കൺസ്യൂമർ ഈസ് ദ കിങ് ഓഫ് മാർക്കറ്റ്. ദ മാർക്കറ്റേഴ്സ് ഹാവ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദോസ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് വിച്ച് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. എന്താണോ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് അത് സപ്ലൈ ചെയ്യണം. അങ്ങനെയുള്ള മാർക്കറ്റേഴ്സിനെ മോഡേൺ മാർക്കറ്റിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ കൺസ്യൂമേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്തെല്ലാമാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് എല്ലാം ഒരു മിക്സ് ആയിട്ടാണ് നമ്മുടെ മാർക്കറ്റേഴ്സ് തീരുമാനിക്കുന്നത്. അതിനെ നമ്മൾ 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ എല്ലാ യൂട്ടിലിറ്റീസും അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ യൂട്ടിലിറ്റീസും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില എലമെൻറ്റുകളെ ഒരു പർട്ടിക്കുലർ പ്രപ്പോർഷനിൽ കമ്പൈൻ ചെയ്താണ് നമ്മളുടെ ഓപ്പറേഷണൽ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അത് നൽകുന്നത് ഒരു മിക്സിലൂടെയാണ്. ആ മിക്സിനെ നമ്മൾ 4 P's എന്നാണ് പറയുന്നത്. അതായത് പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൈസ്, പ്രൊമോഷൻ, അങ്ങനെ 4 P's ചേർന്നതാണ് ഒരു മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ആ മിക്സ് പ്രോപ്പർ റേഷ്യോയിലായാൽ മാത്രമേ ഒരു മാർക്കറ്റർക്ക് അവരുടെ സ്ട്രാറ്റജീസ് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മാർക്കറ്റർക്ക് കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്ത് മാക്സിമം ലോയൽ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താ? പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മുടെ സ്ട്രാറ്റജിയാണ്. അതിലൂടെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം മാക്സിമൈസ് ചെയ്യുക എന്നാണ്. അപ്പോൾ ആ ലാഭം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഈ മിക്സ് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ഇത് എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ സക്സസ് ഇരിക്കുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ എലമെൻറ്റ് ഈ 4 P's ഓഫ് മാർക്കറ്റിങ്ങിലെ ഫസ്റ്റ് P ആണ് പ്രോഡക്റ്റ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ ബ്ലോക്കിൽ പറയുന്നത്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് സാറ്റിസ്ഫൈ ദ നീഡ് ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടാകുമ്പോഴാണ് അവർ മാർക്കറ്ററെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അത് പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടമ്മയ്ക്ക് ഒരു വാഷിംഗ് മെഷീൻ വേണം. അവർക്ക് ഒരുപാട് ഇപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, മക്കൾ ജോലിക്ക് പോകുന്നു, അതിൻ്റെ കൂടെ അവരും എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് സമയം വളരെ കുറവാണ്, വീട്ടിൽ ജോലികളെല്ലാം വളരെ പെട്ടെന്ന് തീർക്കണം. അപ്പോൾ അവർക്കൊരു ആവശ്യം വന്നു, ക്ലീനിങ്ങിന് അവർക്കൊരു മെഷീൻ വേണം, ഒരു വാഷിംഗ് മെഷീൻ വേണം. അപ്പോൾ അവരുടെ കണ്ണിൽ അവർക്ക് ആവശ്യമുള്ളത് എന്താ? വാഷിംഗ് മെഷീൻ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ക്ലീനിങ് എന്ന് പറയുന്ന ആ ജോലി എളുപ്പമാക്കി തീർക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ളത് വാഷിംഗ് മെഷീനാണ്. ആ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് സം ആട്രിബ്യൂട്ട്സ് ആൻഡ് ആൻസിലറി യൂണിറ്റ്സ്, അതായത് കുറേ ചെറിയ ചെറിയ യൂണിറ്റ്സ് കൂടി ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ് വാഷിംഗ് മെഷീൻ. നമ്മളിപ്പോൾ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിനെ ഒരു വ്യൂ പോയിന്റിൽ നോക്കി കാണുകയാണെങ്കിൽ അതിൽ കുറേ നെറ്റ് ഉണ്ടാവും, ബോൾട്ട് ഉണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ഉണ്ടാവും, കുറേ സ്വിച്ചുകൾ ഉണ്ടാവും, കുറേ വയറുകൾ ഉണ്ടാവും. ദെൻ ആ ഒരു നമ്മൾ
ക്ലോത്തൊക്കെ ഇടാനുള്ള ആ ഒരു പെർട്ടിക്കുലർ ഷേപ്പിലുള്ള പാത്രം പോലെയുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ദെൻ അതിൽ ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മോട്ടർ ഉണ്ടാവും. കുറേ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ കൂടിച്ചേർന്നാണ് ആ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റായി മാറിയിട്ടുള്ളത്. അപ്പോൾ അതും ആ പ്രൊഡക്റ്റിൻ്റെ ഭാഗമാണ്. ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു വാങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ. അത് അസംബിൾ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു വാഷിംഗ് മെഷീൻ. എന്നാൽ ഇത് വാങ്ങുമ്പോൾ ഇത് മാത്രം മതിയോ? അതിൻ്റെ ഇൻഷുറൻസ്, വാറണ്ടീസ്, കണ്ടീഷൻസ്, അതിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജി, അങ്ങനെ കുറേ ആട്രിബ്യൂട്ട്സ് അതുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സം ടോട്ടലാണ്. സംടൈംസ് ഇറ്റ് മേ ബി ടാഞ്ചിബിൾ ആൻഡ് സംടൈംസ് ഇൻടാഞ്ചിബിൾ. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫേഷ്യലിങ്ങോ എന്തെങ്കിലും ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക. അവിടെ നിന്ന് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയ പ്രോഡക്റ്റ് നമുക്ക് വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അതൊരു സർവീസാണ്. ഇൻടാഞ്ചിബിൾ പ്രോഡക്റ്റ്സ് ആണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്? സർവീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആശയത്തിനെ ഒരുപാട് പേര് പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ നന്നായി പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് എന്താണെന്ന് നോക്കാം. In the point of view of Philip Kotler, a product is anything that can be offered to a market for attention, acquisition, use of consumption. It includes physical objects, service, personalities, place, organization and ideas. അപ്പോൾ ഫിലിപ്പ് കോട്ട്ലറുടെ അഭിപ്രായത്തിൽ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്തുമാവാം. പ്രോഡക്റ്റ് ഈസ് എനിത്തിങ്, അത് എന്തുമാവാം. അതെന്താ നമ്മൾ ചെയ്യുന്നത്? ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ടു എ മാർക്കറ്റ്. അത് നമ്മളൊരു കമ്പോളത്തിൽ ഓഫർ ചെയ്യാണ്, മറ്റുള്ളവർക്ക് അതങ്ങോട്ട് നൽകുകയാണ്. എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? ഫോർ അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ കിട്ടണം, ആ ഉൽപ്പന്നത്തെ അവർ ശ്രദ്ധിക്കണം. അക്വിസിഷൻ, അവരത് വാങ്ങിക്കണം. യൂസ് ഓഫ് കൺസംഷൻ, അവരത് ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഈ നൽകുന്ന വസ്തു ക്യാൻ ബി എനിത്തിങ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് എന്തൊക്കെയാവാം? ഫിസിക്കൽ ഒബ്ജക്ട്സ് ആവാം, നമ്മൾക്ക് കാണാൻ പറ്റുന്ന. അപ്പോൾ കസേര, മേശ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഭൗതിക വസ്തുക്കളായിരിക്കാം. സർവീസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഹെയർ കട്ടിങ്, അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്യൽ, ഇൻഷുറൻസ്, ക്ലയൻസിൻ്റെ അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ലീഗൽ അഡ്വൈസസ്, അങ്ങനെ എന്തുമാവാം പ്രോഡക്റ്റ്. അപ്പോൾ അത് പേഴ്സണാലിറ്റീസ് ആവാം, സർവീസ് ആവാം, ഒരു പ്ലേസ് ആവാം, ഓർഗനൈസേഷൻ ആവാം, ചിലപ്പോൾ ഐഡിയാസ് ആവാം. നമ്മളൊരു ബിസിനസ് ലോഞ്ച് ചെയ്യാണ്, അതിൻ്റെ ബിസിനസ് ഐഡിയാസ്, നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഏതാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന അഡ്വൈസേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത് പുതിയ പുതിയ ഐഡിയാസ് ആവും, ഇന്നോവേറ്റീവ് ഐഡിയാസ്. അപ്പോൾ എന്തുമാവാം. മാർക്കറ്റിൽ ഓഫർ ചെയ്യപ്പെടുന്ന എന്ത് വസ്തുക്കളും എന്താണ്? പ്രോഡക്റ്റ് എന്ന കാറ്റഗറിയിൽ വരും. ഇത് എന്തിനു വേണ്ടിയാണ് ഓഫർ ചെയ്യുന്നത്? നമ്മളുടെ കൺസ്യൂമേഴ്സ് അത് വാങ്ങണം, ഉപയോഗിക്കണം, അവരുടെ അൺസാറ്റിസ്ഫൈഡ് നീഡിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്ന എന്തും എന്തിൽ വരാം? പ്രോഡക്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരാം. ദെൻ വേറെയും 2-3 ഓതേഴ്സ് നൽകുന്ന ഡെഫിനേഷൻസ് ഉണ്ട്. എല്ലാം കൂടെ നമ്മളിപ്പോൾ എല്ലാ ഡെഫിനേഷൻസും കൂടെ കൂട്ടി ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫിസിക്കൽ ഒബ്ജക്ട്സ് വരാം, അതായത് ഇപ്പോൾ ടി വി, ചെയർ, ടേബിൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. സർവീസസ് വരാം, എയർലൈൻസ് ഒക്കെ എക്സാമ്പിളാണ്. പിന്നെ പ്ലേസസ് വരാം, അതായത് ടൂറിസ്റ്റ് റിസോർട്ടുകൾ അത് വരാം. ഓർഗനൈസേഷൻ, റെഡ് ക്രോസ് ഓർഗനൈസേഷൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ളത്. പേഴ്സൺസ്, അതായത് അത്ലറ്റുകൾ. ഐഡിയാസ്, അതായത് ഫ്ലഡ് റിലീഫ് എയ്ഡ് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ. ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് സപ്പോർട്ടിംഗ് സർവീസസ്, അതായത് ഡിസൈൻ, ബ്രാൻഡ്, പാക്കേജ് അങ്ങനെ വരുന്ന സപ്പോർട്ടിംഗ് സർവീസസുമാവാം. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എ കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ബെനഫിറ്റ്. നമ്മുടെ കസ്റ്റമേഴ്സിന് ലഭ്യമാവുന്ന ഭൗതികവും സാമ്പത്തികവും സാമൂഹ്യവും അതുപോലെ മാനസികവുമായി അവർക്ക് കിട്ടുന്ന കുറേ ബെനഫിറ്റ്സ് ആണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡ് ഉണ്ടാകും. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവർ നമ്മൾക്ക് ഇങ്ങോട്ട് പൈസ തന്നാണ് ഇത് വാങ്ങിക്കുന്നത്. അങ്ങനെ അവർക്ക് വാങ്ങാൻ ലഭ്യമായിട്ടുള്ള എല്ലാം ഈ പ്രോഡക്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരും. അപ്പോൾ എന്തൊക്കെയാണ് പ്രോഡക്റ്റിൻ്റെ സ്പെഷ്യൽ
ആട്രിബ്യൂട്ട്സ്, അതിന് വരുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് എന്താ? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ ആവാം. പ്രോഡക്ട്സ് മേ ബി ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. ഇപ്പോൾ ചെയർ, ടേബിള്, അതേപോലെ തന്നെ ഒരു ഷെൽഫ്, ഒരു TV, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയും. അത്തരം നമുക്ക് ടച്ച് ചെയ്യാനും കാണാനും കഴിയുന്ന പ്രോഡക്ട്സിനെയാണ് എന്ത് പറയുന്നത്? ടാഞ്ചിബിൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. എന്നാൽ ചില പ്രോഡക്റ്റുകൾ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും, പക്ഷേ കാണാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഫേഷ്യൽ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മുടി ഒന്ന് നല്ല ഭംഗിയായി വെട്ടിത്തരുന്നു, അതിനൊക്കെ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇൻഷുറൻസ് ക്ലയൻസ് ഉപദേശങ്ങൾ നേടുന്നു, അവരുടെ കൺസൾട്ടൻറ്റുമാരുടെ അടുത്ത് നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു, വക്കീലിൻ്റെ അടുത്ത് നിന്ന് ലീഗൽ അഡ്വൈസ് സ്വീകരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വിമാനത്തിലേക്ക് പോകുന്നു, അതിനെല്ലാം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിമാനത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ട്രെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ നമ്മൾക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടിയത് എന്ന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോഡക്ട്സ് മേ ബി ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. ഇൻടാഞ്ചിബിൾ ആയ പ്രോഡക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീസസ്. നമ്മൾ അത് എൻജോയ് ചെയ്യുന്നു, സർവീസസ് നമ്മൾ അനുഭവിക്കുന്നു, പക്ഷേ അതെന്തല്ല? ടാഞ്ചിബിൾ അല്ല. ദെൻ രണ്ടാമതായി പറയുന്നത് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് അസോസിയേറ്റഡ് ആട്രിബ്യൂട്ട്സ്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാവും. അത്തരം ആട്രിബ്യൂട്ട്സ് കൂടിച്ചേർന്നതാണ് നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ കളറ്, അതിൻ്റെ പാക്കേജ്, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ബ്രാൻഡ് നെയിം, അതിലുള്ള ആക്സസറീസ്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ, അതിലെല്ലാം മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്ന് ചില പ്രോഡക്ട്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്തോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുബന്ധ ആട്രിബ്യൂട്ട്സ്, അതായത് അതിനോടനുബന്ധിച്ച് വരുന്ന ഗുണങ്ങൾ. ദെൻ മൂന്നാമതായി പറയുന്നത് എന്താ? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് വാല്യൂ ഉള്ള കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. സെല്ലർ പ്രൊഡക്റ്റ് ബയർക്ക് നൽകുന്നു, പകരം അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ വില തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മൾ പൈസ കൊടുത്താണ് കടകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സ് ഉണ്ട്, അത് ഒരു എക്സ്ചേഞ്ച് വാല്യൂ ഉള്ള കാര്യമാണ്. അതും പ്രോഡക്റ്റിൻ്റെ സവിശേഷതയാണ്. നമുക്ക് വെറുതെ കിട്ടുന്നതല്ല, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. സെല്ലർക്ക് അതിന് ചിലവായത് എന്താണോ ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നൽകിയാണ് ബയർ ഇത് വാങ്ങുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുക്കുന്നു, പകരം ഇങ്ങോട്ട് പ്രൈസ് വാങ്ങിക്കുന്നു. ദെൻ നാലാമതായി പറയുന്നത് എന്താ? ഇറ്റ് ഇൻക്ലൂഡ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ഡെഫിനേഷനൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞതാണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ ഒരു ബയർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. അത് റിയൽ ആണ്, അത് ചിലപ്പോൾ സൈക്കോളജിക്കൽ ആയിരിക്കാം, അതേപോലെ തന്നെ റിയൽ ആയിരിക്കാം. എന്നാൽ ബയർക്ക് കിട്ടുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ്. അൺസാറ്റിസ്ഫൈഡ് നീഡ് അവിടെ സാറ്റിസ്ഫൈ ആകുന്നു. സെല്ലർക്ക് കിട്ടുന്നത് എന്താ? പ്രോഫിറ്റ്, അയാളുടെ ഓപ്പറേഷണൽ ഇൻകം. വിൽപ്പന ഉണ്ടാകുമ്പോൾ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമ്മളുടെ സെല്ലർക്ക് വരുമാനം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ സെല്ലറുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടു പേർക്കും, ബയർക്കും സെല്ലർക്കും അവിടെ എന്ത് ലഭിക്കുന്നുണ്ട്? സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിലെ കിങ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ അൺസാറ്റിസ്ഫൈഡ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാർക്കറ്റേഴ്സ് പ്ലാൻ ചെയ്ത് എത്രയോ പ്രോസസ്സ് ഉണ്ട്. ഒരു പ്രോഡക്റ്റ്, പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്ത് കൊടുത്ത് അവരുടെ മനസ്സിൽ അതിനൊരു പൊസിഷൻ നേടിയെടുക്കണമെങ്കിൽ മാർക്കറ്റേഴ്സ് കുറേ ഹാർഡ് വർക്ക് ചെയ്യണം. അത് അവരുടെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് പ്ലാൻ ചെയ്യണം. അങ്ങനെ ഏറ്റവും സ്യൂട്ടബിളായ പ്രോഡക്റ്റ് നൽകിയാൽ മാത്രമേ നമ്മുടെ കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കുള്ളൂ. കാരണം എന്താ? ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. കസ്റ്റമേഴ്സിന് ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പോൾ അവരുടെ അൺസാറ്റിസ്ഫൈഡ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓഫർ ചെയ്യുന്നതാണ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ടോപ്പിക്, പ്രോഡക്റ്റ് ലൈൻ ആൻഡ് പ്രോഡക്റ്റ് മിക്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു
കസ്റ്റമേഴ്സിൻ്റെ അൺസാറ്റിസ്ഫൈഡ് നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നൽകുന്ന ടാൻജിബിളും ഇൻടാൻജിബിളും അതുപോലെ തന്നെ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതുമായ എന്തൊക്കെയോ അതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒരു ടൈപ്പ് പ്രോഡക്റ്റ് മാത്രം മാർക്കറ്റിൽ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് സക്സസ്ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. കാരണം നമ്മൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം കൊടുത്ത് നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത് എങ്കിൽ കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റ് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ലോസ് ആവും. അങ്ങനെയുള്ള സമയത്ത് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തും. പലതരം പ്രോഡക്റ്റുകൾ മിക്സ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഓഫർ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഗോദ്രേജ് കമ്പനി എന്തെല്ലാം പ്രോഡക്റ്റ് നൽകുന്നുണ്ട്? ഫർണിച്ചർ കൊടുക്കുന്നുണ്ട്, ഓഫീസ് എക്യുപ്മെൻറ്റുകളുണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, ഡൊമസ്റ്റിക് അപ്ലയൻസുകളുണ്ട്. അങ്ങനെ പലതരം പ്രോഡക്റ്റുകളെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓഫർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മാർക്കറ്റേഴ്സ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിന് മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നു. ആ കൺസെപ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 ടേമുകളാണ് പ്രോഡക്റ്റ് മിക്സ് ആൻഡ് പ്രോഡക്റ്റ് ലൈൻ. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്കി നോക്കൂ, ഒരേ കമ്പനി തന്നെ 5 ടൈപ്പ് പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ 5 ടൈപ്പ് പ്രോഡക്റ്റ് കൂടി ചേർന്നതാണ് പ്രോഡക്റ്റ് മിക്സ്. ഇപ്പോൾ കോസ്മെറ്റിക്സ്, അതുപോലെ തന്നെ ഫർണിച്ചർ, ഗാർമെൻറ്റ്സ്, ടോയ്ലറ്ററീസ്, അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് ആ പ്രോഡക്റ്റിൻ്റെ ഒരു കോമ്പിനേഷൻ. 5 ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ 5 പ്രോഡക്റ്റ് കൂടി ചേർന്നതാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ടാവും. അതിനെയാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാർമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ ആണെങ്കിൽ ആ ഗാർമെൻറ്റ്സിൽ ഷർട്ടുകൾ ഉണ്ടായിരിക്കും, ബാബാ സൂട്ട് ഉണ്ടായിരിക്കും, ദെൻ ടോപ്പുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഉണ്ടാവും, ചുരിദാർ ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഗാർമെൻറ്റ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ ആ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നു. അതേപോലെ ഫർണിച്ചർ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിൽ തന്നെ ടേബിൾ ഉണ്ടാവും, ഷെൽഫ് ഉണ്ടാവും, ചെയർ ഉണ്ടാവും, സ്റ്റാൻഡുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മിക്സ് തീരുമാനിക്കുമ്പോൾ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ലൈനുകൾ നമ്മുടെ സെല്ലേഴ്സ് ഓഫർ ചെയ്യാറുണ്ട്. കാരണം മാക്സിമം നമ്മൾക്ക് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നൽകി നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ലൈനിൽ നമ്മൾക്ക് നഷ്ടമാണെങ്കിൽ അതിൻ്റെ നഷ്ടം വേറൊരു പ്രോഡക്റ്റ് ലൈനിൽ നിന്നുള്ള ലാഭം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയാണ് പ്രോഡക്റ്റ് മിക്സ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ലൈൻ എന്നുള്ള ആശയം വരുമ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന 2-3 അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ലെങ്ത് ഓഫ് പ്രോഡക്റ്റ് ലൈൻ, വിഡ്ത്ത് ഓഫ് പ്രോഡക്റ്റ് മിക്സ്, അതുപോലെ തന്നെ ബ്രെഡ്ത്ത്, ലെങ്ത്ത്, വിഡ്ത്ത്, ബ്രെഡ്ത്ത്, അതായത് കൺസിസ്റ്റൻസിയും പറയാറുണ്ട്. ഇപ്പോൾ ഈ കേസിൽ നോക്കി നോക്കൂ, 5 ടൈപ്പ് പ്രോഡക്റ്റാണ് നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ളത്. അതിൽ ടോട്ടൽ എത്ര പ്രോഡക്റ്റ് ഐറ്റം ഉണ്ടോ, ഇതിലത്തെ ഒരു സിംഗിൾ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ടോട്ടൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടോ അതിനെയാണ് പ്രോഡക്റ്റ് ലൈൻ ലെങ്ത്ത് എന്ന് പറയുന്നത്. ലെങ്ത്ത് ടോട്ടൽ നമ്പർ. അപ്പോൾ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ ഇതിലെ പ്രോഡക്റ്റ് ലൈനിൻ്റെ ലെങ്ത്ത്, ഈ ലൈനിൻ്റെ മൊത്തത്തിലുള്ള നീളം എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ലെങ്ത് ഓഫ് ദ പ്രോഡക്റ്റ് ലൈൻ 15. ഇനി വിഡ്ത്ത് ആണ് നോക്കുന്നത്. വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എത്ര പ്രോഡക്റ്റ് ലൈൻ ഉണ്ട്? 1 2 3 4 5. 5 പ്രോഡക്റ്റ് ലൈനാണ് നമ്മുടെ സെല്ലർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് പ്രോഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾക്കൊരു ആവറേജ് ലെങ്ത്ത്, ഓരോന്നിലും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആവറേജ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു 3. അപ്പോൾ ഒരു പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് ലൈനിൻ്റെ ലെങ്ത്ത്, അതുപോലെ തന്നെ വിഡ്ത്ത്, പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഈ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിയാൽ അവരത് അത്രയും സെലക്ട് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ആ സെലക്ട് ചെയ്ത് വാങ്ങുന്ന സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അവർ അനലൈസ് ചെയ്യും. എന്നിട്ട് അവർക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏതാണോ ആ പ്രോഡക്റ്റാണ് അവർ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ പ്രോഡക്റ്റ് ഏതാണോ അവർക്ക് ആവശ്യമുള്ള മോഡൽ,
അതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ പ്രൊഡക്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് സ്പെസിഫിക് വേർഷൻ ഓഫ് എ പ്രോഡക്റ്റ് ദാറ്റ് ഹാസ് എ സെപ്പറേറ്റ് ബ്രാൻഡ് നെയിം ഡെസിഗ്നേഷൻ ഇൻ ദ സെല്ലേഴ്സ് ലിസ്റ്റ്. ഇപ്പോൾ നമ്മുടെ സെല്ലേഴ്സ് ലിസ്റ്റിൽ ഓരോ പ്രോഡക്റ്റിനും ഒരു സ്പെസിഫിക്, ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ പാമോലീവ് സോപ്പ് അത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ സ്പെഷ്യാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് 3 തരത്തിലുള്ള സോപ്പാണ് പാമോലീവ് സോപ്പ് കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുന്നത്. ഇനി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്നെസ് ഓഫ് ദ പ്രോഡക്റ്റ് ലൈൻ എൻഡ് യൂസിലേക്ക്. സോ പ്രോഡക്റ്റ് മിക്സ് ആൻഡ് പ്രോഡക്റ്റ് ലൈൻ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് മിക്സിന് എന്തെല്ലാം മെഷർമെൻറ്റ്സ് വരുന്നുണ്ട്, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, അതേപോലെ തന്നെ വിഡ്ത്ത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് മിക്സിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഹൗ മെനി പ്രോഡക്റ്റ് ലൈൻസ് ആർ ഓഫേർഡ് ബൈ എ സെല്ലർ. നമ്മൾ പറഞ്ഞു അല്ലേ എത്ര പ്രോഡക്റ്റ് ലൈൻ ഉണ്ട് ഇവിടെ, 5 എണ്ണം. അപ്പോൾ 5 വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് ഏതാ, ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് എന്താ പറയുന്നത്, ബജാജ് ഇലക്ട്രിക്കൽ ഓഫേഴ്സ് വെറൈറ്റി ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് സച്ച് ആസ് ഫാൻ, മിക്സർ, ലാമ്പ് എക്സെട്ര. ദെൻ ഗീസേഴ്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. പിന്നെ ടേം ഡെപ്ത് ഓഫ് ദ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത് സൈസ്, കളർ ആൻഡ് മോഡൽ. ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടാവില്ലേ സെയിം കാറ്റഗറിയിൽ തന്നെ, ഓരോ പ്രോഡക്റ്റ് ലൈനിലും ഡിഫറെൻറ്റ് മോഡൽസ് കളർ ചേഞ്ചിലൊക്കെ വരുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. ദെൻ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ക്ലോസ്നെസ് ഓഫ് ദ പ്രോഡക്റ്റ് ലൈൻ ഇൻ എൻഡ് യൂസ്. നമ്മൾ എന്തിനു വേണ്ടിയാണോ കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അവർക്കൊരു എൻഡ് യൂസ് ഉണ്ടാവും. അതിൽ ഓരോ ഈ ഡിഫറെൻറ്റ് പ്രോഡക്ട്സിനും വരുന്ന അതിൻ്റെ ആ സ്യൂട്ടബിലിറ്റി, അതിൻ്റെ ക്ലോസ്നെസ്, ദെൻ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എക്സെട്ര. അപ്പോൾ ഇത്രയാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. പ്രോഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടോട്ടൽ ഓഫ് പ്രോഡക്ട്സ് ഓഫേർഡ് ബൈ എ കമ്പനി. ഏതൊക്കെ കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് ആണോ ഒരു കമ്പനി മൊത്തത്തിൽ നൽകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഫർണിച്ചർ ഉണ്ടാവും, ടോയ്ലറ്ററീസ് ഉണ്ടാവും, വേറെ എന്തെങ്കിലും മെഡിസിൻസ് ആണെങ്കിൽ മെഡിസിൻസ്, ഗാർമെൻറ്റ്സ് ആണെങ്കിൽ ഗാർമെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് പ്രോഡക്ട്സ് ആണ് മൊത്തത്തിൽ നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ കമ്പനിയുടെ പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് മിക്സിൽ ഓരോ ടൈപ്പ് പ്രോഡക്റ്റിനും ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടാവും അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ടാവും. അതിനെയാണ് പ്രോഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. മൊത്തത്തിൽ എല്ലാ പ്രോഡക്ട്സിനും കൂടി എത്ര പ്രോഡക്റ്റ് നൽകുന്നുണ്ട്, സം ടോട്ടൽ ഓഫ് പ്രോഡക്റ്റ് ലൈൻ ആണ് ടോട്ടൽ ലെങ്ത് ഓഫ് പ്രോഡക്റ്റ് ലൈൻ. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മാർക്കറ്റേഴ്സിന് കൺസ്യൂമേഴ്സിൻ്റെ എല്ലാ ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കൂടി മാക്സിമം അവർ പ്രിഫർ ചെയ്യുന്ന അത്യാവശ്യം പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന അത്രയും ഫണ്ടുള്ള കമ്പനി ആവണം. അങ്ങനെ ആകുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം കമ്പനീസ് ഇന്ന് അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് സപ്ലൈ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ എല്ലാ തരം ആവശ്യങ്ങൾക്കും നമ്മൾ റെഡിയാണ്, നമ്മുടെ കയ്യിൽ ഉൽപ്പന്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ടേമുകളാണ് പ്രോഡക്റ്റ് മിക്സ് ആൻഡ് പ്രോഡക്റ്റ് ലൈൻ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ലൈൻ ആൻഡ് പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജീസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് കോമ്പിനേഷനായി ഓഫർ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് മിക്കവാറും പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മിക്കവാറും കമ്പനീസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് നമ്മൾ മാർക്കറ്റിൽ ഓഫർ ചെയ്താലും എല്ലാ പ്രൊഡക്റ്റിനൊന്നും സെയിം ഡിമാൻഡ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കൺസ്യൂമേഴ്സ് നമ്മുടെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ലൈൻ, ഇപ്പോൾ ഗോദ്രേജ് കമ്പനിയുടെ ആണ് എന്ന് വിചാരിച്ച് ഗോദ്രേജ് കമ്പനിയുടെ തന്നെ ഫർണിച്ചറും ബാക്കി എന്തൊക്കെ പ്രൊഡക്റ്റാണ് അവർ നൽകുന്നത് അതെല്ലാം നമ്മൾ വാങ്ങണമെന്നില്ല. നമ്മൾക്ക് ഓരോ പ്രോഡക്റ്റിലും നമ്മൾക്ക് സ്പെഷ്യലുള്ള ചില ബ്രാൻഡുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ നീഡിന് ഏറ്റവും സ്യൂട്ടാവുന്ന പ്രോഡക്റ്റ് ഏതാണോ അതാണ് ഒരു കൺസ്യൂമർ വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മിക്സ് പ്രോപ്പർ റേഷ്യോവിൽ നമ്മൾ പറഞ്ഞു ആ മിക്സ് മാർക്കറ്റിംഗ് മിക്സ് പോലെ തന്നെ പ്രധാനമാണ് പ്രോഡക്റ്റ് മിക്സും. അപ്പം നമ്മൾ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജി വെച്ച് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മളുടെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, പ്രോഡക്റ്റ് ലൈൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് മിക്സ് സ്ട്രാറ്റജിയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തും.
അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾക്ക് വരുത്താൻ കഴിയുന്നത്? അതിൽ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ XYZ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ഓഫർ ചെയ്യുന്നത് 4 പ്രോഡക്റ്റ് ലൈനുകളാണ്. ടോട്ടൽ 4 ടൈപ്പ് പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് പ്രോഡക്റ്റിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. പ്രോഡക്റ്റ് ലൈനിൽ 3 എണ്ണമുണ്ട്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ലൈനിൽ ABCD എന്ന് പറഞ്ഞ 4 പ്രോഡക്റ്റ് ഐറ്റം ഉണ്ട്. മൂന്നാമത്തെ പ്രോഡക്റ്റ് ലൈനിൽ 2 പ്രോഡക്റ്റ് ഐറ്റം. നാലാമത്തെ പ്രോഡക്റ്റ് ലൈനിൽ 5 പ്രോഡക്റ്റ് ഐറ്റം. അങ്ങനെ ടോട്ടൽ 7, 2, 9, 10, 11, 12, 13, 14 ടൈപ്പ് പ്രോഡക്റ്റ്. അതായത് പ്രോഡക്റ്റ് ലൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 4. അപ്പോൾ ഈ പ്രോഡക്റ്റ് ലൈൻ സ്ട്രാറ്റജിയിൽ നമ്മൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ പറ്റും? ഫസ്റ്റ് സ്ട്രാറ്റജി ചേഞ്ച് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഒന്നാമത്തെ ടൈപ്പ് ഏതാ പറയുന്നത്? കോൺട്രാക്ഷൻ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ സ്ട്രാറ്റജി. കോൺട്രാക്ഷൻ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ദ മാനേജ്മെൻറ്റ് ഡിസൈഡ്സ് ടു കട്ട് എ പ്രോഡക്റ്റ് ലൈൻ ഹോളി. അതായത് ഒന്നുകിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ ഒരു പ്രോഡക്റ്റ് ലൈൻ ഒഴിവാക്കാം, ഓർ എലിമിനേറ്റ് സം നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഓർ എ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് വിച്ച് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ. ഒന്നുകിൽ നമ്മൾക്ക് മൊത്തത്തിൽ ഒരു പ്രോഡക്റ്റ് ലൈൻ തന്നെ ഒഴിവാക്കാം. അതായത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ലൈനിൽ നമ്മൾക്ക് ലാഭം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, ഇവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, വെട്ടിച്ചുരുക്കുന്നു. പ്രോഡക്റ്റ് മിക്സിലെ ഐറ്റങ്ങളെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രോഡക്റ്റിൻ്റെ ലൈനിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലൈൻ തന്നെ നമ്മൾ ഒഴിവാക്കാൻ എന്തായിരിക്കും കാരണം? ഒന്നുകിൽ ആ പ്രോഡക്റ്റ് ലൈനിൽ നിന്ന് നമ്മൾക്ക് ലാഭം ഉണ്ടാകുന്നുണ്ടാവില്ല, നോ പ്രോഫിറ്റ് ഫ്രം ദാറ്റ് ലൈൻ. സെക്കൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് എൻവയോൺമെൻറ്റ് ചേഞ്ച് ആണ്. നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്തുണ്ടായിരുന്ന സിറ്റുവേഷൻ ആയിരിക്കില്ല ഇന്ന് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾക്ക് ആ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്താൽ നമ്മൾക്ക് ബെനഫിഷ്യൽ ആവില്ല. അപ്പോൾ നമ്മൾക്ക് മാർക്കറ്റ് ചേഞ്ചിനനുസരിച്ച് പ്രോഡക്റ്റ് വിഡ്രോ ചെയ്യേണ്ടി വരാം. അതുമല്ലെങ്കിൽ ദ റോ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ദിസ് പ്രോഡക്റ്റ് മേ ബി used for some other purpose which will earn more profit. അതായത് ഇപ്പോൾ നമ്മൾ ഈ വെട്ടിച്ചുരുക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ വേറൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ ലാഭമുണ്ടാകും എന്ന് കാണുകയാണെങ്കിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു സ്ഥാപനമാണ്, മിൽക്ക് ഡീലിംഗ് സൊസൈറ്റി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ്ട്രാ വരുന്ന പാല് നമ്മൾ തൈരാക്കി മാറ്റിയാണ് മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്നതെങ്കിൽ ആളുകൾ വാങ്ങുന്നതിനൊരു ലിമിറ്റ് ഉണ്ടാവും. എന്നാൽ അതേ പാൽ ഉപയോഗിച്ച് നമ്മൾ ഐസ്ക്രീമാണ് പ്രൊഡ്യൂസ് ചെയ്ത് ഓഫർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിമാൻഡിന് ഒരു വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഏത് പ്രോഡക്റ്റാണ് ഈ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ മാക്സിമം പ്രോഫിറ്റ് നമ്മൾക്ക് നേടിത്തരുന്നത്, അത്തരം പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ നമ്മുടെ മാർക്കറ്റർക്ക് അറിയണം. അപ്പോൾ അങ്ങനെ ഒരു പുതിയ യൂസേജ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിലവിലുള്ള പ്രോഡക്റ്റ് നമ്മൾ കട്ട് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ലാഭം ഈ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് വേറൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ കിട്ടുമെങ്കിൽ ആ രണ്ടാമത്തെ വഴിയല്ലേ നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ലൈൻ മുഴുവനായോ അല്ലെങ്കിൽ ചില പ്രോഡക്റ്റുകൾ മാത്രമായോ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ നമ്മളുടെ ടോട്ടൽ മിക്സിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ, എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയാം? കോൺട്രാക്ഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ലെങ്ത്തിനെ ഇങ്ങോട്ട് ചുരുക്കുന്നു. ചിലപ്പോൾ ഒരു പ്രോഡക്റ്റ് ലൈൻ മൊത്തത്തിൽ കളയും, അല്ലെങ്കിൽ ചില പ്രോഡക്റ്റ് ഐറ്റംസ് ഒഴിവാക്കും. അതാണ് സിംപ്ലിഫിക്കേഷൻ സ്ട്രാറ്റജി. ഇനി രണ്ടാമതായി പറയുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, എക്സ്പാൻഷൻ സ്ട്രാറ്റജി. നമ്മൾ പ്രോഡക്റ്റ് ലൈൻ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ട്, നമ്മുടെ പ്രോഡക്ട്സിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട്, നമ്മുടെ ബ്രാൻഡ് ആളുകൾക്കിടയിൽ പോപ്പുലറാണ്, നമ്മുടെ ബ്രാൻഡിന് ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് ഫണ്ടുമുണ്ട്. ഇഷ്ടംപോലെ ലാഭം വരുമ്പോൾ നമുക്ക് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഫണ്ട് ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുതിയ പ്രോഡക്റ്റ് ലൈൻ നമ്മളുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ലൈനിനോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ലൈനിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ആ സ്ട്രാറ്റജിയാണ് എക്സ്പാൻഷൻ സ്ട്രാറ്റജി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അഡീഷണൽ പ്രോഡക്റ്റ് ഓഫർ ചെയ്യാണ്. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനി
പുതിയതായിട്ട് കമ്പ്യൂട്ടേഴ്സിൻ്റെ മേഖലയിൽ കൂടി അവർ ബിസിനസ് തുടങ്ങുന്നു, കമ്പ്യൂട്ടേഴ്സ് കൂടി ഓഫർ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു അഡീഷണൽ പ്രോഡക്റ്റ് ആഡ് ചെയ്തിട്ട് സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്തുന്നതാണ് എക്സ്പാൻഷൻ. ദെൻ മൂന്നാമതായി പറയുന്നത് ചേഞ്ചസ് ഇൻ ക്വാളിറ്റി. നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തി സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താം. അതിൽ 2 കേസാണ് വരുന്നത്, ട്രേഡിംഗ് അപ്പും ട്രേഡിംഗ് ഡൗണും. ട്രേഡിംഗ് അപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റ് ആവും. അപ്പോൾ ഈ ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് ഒരളവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കൂടെ ഒരു പുതിയ പ്രോഡക്റ്റ്, കുറച്ച് ഹൈ കോസ്റ്റ് ഉള്ളത്, ഹൈ കോസ്റ്റ് പ്രോഡക്റ്റ്, നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും, പ്രീമിയം പ്രോഡക്റ്റ് ആയിരിക്കും, അത് ലോഞ്ച് ചെയ്യാം. അങ്ങനെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിനും ഡിമാൻഡ് ഉണ്ടാവും. ആ പ്രോഡക്റ്റ് വിറ്റ് പോകുമ്പോൾ ഹൈ റേറ്റ് ഓഫ് ഇൻകം ആണ് നമ്മൾക്ക് സെയിൽസിലൂടെ ലഭിക്കുന്നത്, കാരണം അതിൻ്റെ വില കൂടിയതാണ്. അപ്പോൾ ആ ഹൈ പ്രൈസ്ഡ് പ്രോഡക്റ്റിൻ്റെ വിൽപ്പനയും കൂടും, അതിൻ്റെ കൂടെ ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റിൻ്റെ വിൽപ്പനയും കൂടും. അങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്ന, ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ചേഞ്ച് വരുത്തുന്നതാണ് ട്രേഡിംഗ് അപ്പ്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് ട്രേഡിംഗ് ഡൗൺ. നിലവിൽ നമ്മൾ നല്ല കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ആയിരിക്കും വിൽക്കുന്നത്, അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റ് കൂടി അസംബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഹൈ പ്രൈസ്ഡ് പ്രോഡക്റ്റിൻ്റെ കൂടെ ഈ ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റും കൂടെ വിറ്റ് പോകുമ്പോൾ നമ്മൾക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല നല്ല ഡിസൈനർ ഡ്രസ്സുകളൊക്കെ നൽകുന്ന കടകളിൽ അതിൻ്റെ കൂടെ തന്നെ വാച്ചുകളോ അല്ലെങ്കിൽ ആക്സസറീസ് ആയിട്ടുള്ള നല്ല ഭംഗി ഉണ്ടാവുന്ന, അത്ര അധികം കോസ്റ്റ്ലി ആവില്ല, അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നതിനോടൊപ്പം ആ പ്രോഡക്റ്റ് കൂടി സെലക്ട് ചെയ്യും. അപ്പോൾ ഓവറോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിംഗ് അപ്പിൻ്റെയും ട്രേഡിംഗ് ഡൗണിൻ്റെയും ഒബ്ജക്റ്റ്. ദെൻ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചേഞ്ച് മോഡൽ. കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മോഡലിൽ വ്യത്യാസങ്ങൾ വരുത്താം. എല്ലാ സമയവും ഒരേ പ്രോഡക്റ്റ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് അതിൽ സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡൽസിൽ മാറ്റം വരുത്തുന്നു, എന്തെങ്കിലും രീതിയിൽ പുതിയ പുതിയ നവീകരണങ്ങൾ നടത്താം, അങ്ങനെ മോഡിഫിക്കേഷൻ വരുത്താം. ദെൻ അടുത്തതായി പറയുന്നത് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആണ്. കോമ്പറ്റേറ്റേഴ്സ് ഓഫർ ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിന്ന് നമ്മളുടെ പ്രോഡക്റ്റിനെ വ്യത്യസ്തമാക്കി നിലനിർത്താം. ഗുഡ് ഫീച്ചേഴ്സ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടോ, അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രീമിയം ഔട്ട്ലുക്ക് ആവുന്ന സമയത്ത് അതിൽ കോസ്റ്റ് കൂടിയാലും കുഴപ്പമുണ്ടാവില്ല, കസ്റ്റമേഴ്സ് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ പ്രൈസ് വാർ ഉണ്ടാവില്ല, കോമ്പറ്റേറ്റേഴ്സ് നമ്മൾ തമ്മിൽ പ്രൈസ് വാർ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഹൈ കോസ്റ്റ് ആയാലും അവർ വാങ്ങിക്കും, കാരണം അവർ ആഗ്രഹിക്കുന്ന പുതിയൊരു മോഡൽ. ഇപ്പോൾ ടെലിവിഷൻസ് കണ്ടിട്ടില്ലേ, പണ്ടത്തെ പിക്ചർ ട്യൂബുകളും ഇപ്പോൾ വരുന്ന ടെലിവിഷൻസും വ്യത്യാസമുണ്ട്. അപ്പോൾ പണ്ട് അങ്ങനെയുള്ള TV ഓഫർ ചെയ്തിരുന്ന കമ്പനികൾ ഇപ്പോൾ മാറി, കസ്റ്റമേഴ്സ് എങ്ങനത്തെ ആണോ ആവശ്യപ്പെടുന്നത് ആ രീതിയിലുള്ള പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മോഡലിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ട്രേഡിംഗ് അപ്പും ട്രേഡിംഗ് ഡൗണിലും അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷനിലും ഒക്കെ നമ്മൾ ലാർജ് പ്രൊമോഷണൽ എഫേർട്സ് എടുത്തിട്ടാണ് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷനൊക്കെ നടത്തുക. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പ്രൊമോഷണൽ സ്ട്രാറ്റജി എന്ന് കൂടി പറയാറുണ്ട്. അതായത് വൈവിധ്യവൽക്കരണം, നമ്മൾ മറ്റ് കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രോഡക്റ്റിനെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ 4 ബിരിയാണി വിൽക്കുന്ന കടകളുണ്ടെങ്കിൽ ഒരു കടയിൽ പ്യുവർ നെയ്യ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ അതിന് ഇത്തിരി വില കൂടിയാലും ആളുകൾ വാങ്ങിക്കും, അതിൻ്റെ ക്വാളിറ്റി കാരണം. അതാണ് ഡിഫറൻഷിയേഷൻ, കോമ്പറ്റേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് വ്യത്യസ്തമാക്കി നിലനിർത്തുക. ദെൻ ലാസ്റ്റിൽ വരുന്നത് ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചാണ്. അതായത് പ്രോഡക്റ്റ് പൊസിഷനിങ് ഉണ്ട്. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ്റെ പോലെ തന്നെ നമ്മൾ വേറൊരു ചേഞ്ച് നടത്താറുണ്ട്, പ്രോഡക്റ്റ് പൊസിഷനിങ്. ഒരു മാർക്കറ്റിലേക്ക് പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ ഓഫർ ചെയ്യുന്ന സമയത്ത് ഏതാണോ മാർക്കറ്റ് സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത്, ആ സെഗ്മെൻറ്റ് ആരാണോ നമ്മുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സ് എങ്കിൽ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രോഡക്റ്റ് പ്ലാൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഏറ്റവും നല്ല ടേംസിൽ അവർക്ക് സപ്ലൈ ചെയ്യണം.
അപ്പോഴേ അവരത് വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത ആ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു സ്ഥാനം നേടിയെടുക്കുക, അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിനൊരു റേറ്റിംഗ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്. അപ്പോൾ പ്രൊഡക്റ്റിന് നല്ലൊരു പൊസിഷൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ ലാസ്റ്റിൽ പറഞ്ഞത് ന്യൂ പ്രൊഡക്റ്റാണ്. മാറുന്ന സാഹചര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അവർ പുതിയ പുതിയ സാഹചര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തി ഇനി എന്താണ് നമ്മുടെ കൺസ്യൂമേഴ്സിന് അടുത്ത ആവശ്യം വരുന്നത്, അതിൽ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനിൽ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ആ രീതിയിൽ പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതിനൊക്കെ നല്ല കോസ്റ്റ് വരും. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൊക്കെ നന്നായി കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആണെങ്കിലും നമ്മൾക്ക് അത്യാവശ്യം എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണെങ്കിലും മാർക്കറ്റിൽ ഒരു ലീഡറായി നമ്മൾക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മൾ എല്ലായ്പ്പോഴും അനാലിസിസ് നടത്തിക്കൊണ്ടേയിരിക്കണം, മാർക്കറ്റ് സ്റ്റഡി കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റ് ലൈനിലും പ്രോഡക്റ്റ് മിക്സിലുമെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലേ സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾക്ക് ഈ 7 ടൈപ്പ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം. കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, ചേഞ്ച് ഇൻ ക്വാളിറ്റി, ചേഞ്ച് ഇൻ മോഡൽ, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ, പ്രോഡക്റ്റ് പൊസിഷനിങ് ആൻഡ് ന്യൂ പ്രോഡക്റ്റ്. നെക്സ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്ട്സ്. നമ്മൾ പറഞ്ഞു പ്രോഡക്ട്സ് ആണ് കസ്റ്റമേഴ്സിൻ്റെ അൺസാറ്റിസ്ഫൈഡ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് പ്രോഡക്റ്റാണ് നമ്മൾക്ക് മാർക്കറ്റിലേക്ക് ഓഫർ ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? പ്രോഡക്ട്സിനെ പല പല ബേസുകളിൽ നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് യൂസർ സ്റ്റാറ്റസ് ബേസിസ് ആണ്. നമ്മൾ ആ പ്രോഡക്റ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആ പ്രോഡക്റ്റ് വാങ്ങി ഡയറക്റ്റായി ഉപയോഗിക്കുകയാണോ, വേറൊരു പ്രോഡക്റ്റാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുകയാണോ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമതായി ഡ്യൂറബിലിറ്റി, എത്ര കാലം ആ പ്രോഡക്റ്റ് നമ്മൾക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ എക്സിസ്റ്റൻസ്, അതിനെ അടിസ്ഥാനമാക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ 3 ടാഞ്ചിബിലിറ്റി, ആ പ്രോഡക്റ്റിനെ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, തൊട്ടു നോക്കാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി യൂസർ സ്റ്റാറ്റസ്. നമ്മൾ കൺസ്യൂമേഴ്സ് പ്രോഡക്റ്റ് എന്തിനു വേണ്ടിയാണ്, എന്ത് യൂസേജിനാണ് വാങ്ങുന്നത്, അതിനെ ബേസ് ചെയ്ത് 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു: കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സും. Consumer goods means the class of products which are purchased by the users for their own consumption. നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന വസ്തുക്കൾ, അപ്പോൾ സോപ്പ്, പേസ്റ്റ്, പാല്, പേപ്പർ, അങ്ങനെയുള്ള കുറേ പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മൾക്ക് ഉപയോഗിക്കാൻ. അങ്ങനെ എൻഡ് യൂസേജ് അല്ലെങ്കിൽ ഫൈനൽ കൺസംഷന് വേണ്ടി വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ പർച്ചേസ്ഡ് ബൈ ദ ബയേഴ്സ് ഫോർ യൂസിങ് ദം ഫോർ പ്രൊഡ്യൂസിങ് എ ഫൈനൽ പ്രോഡക്റ്റ്. ദാറ്റ് മീൻസ് അനദർ പ്രോഡക്റ്റ്. ഈ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നത് ആ വാങ്ങിക്കുന്ന ആളുകൾ വേറൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പാല് വാങ്ങി നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ ചില ഇൻഡസ്ട്രിയൽ ബിസിനസ്സുകാർ അവരത് വാങ്ങിക്കുന്നത് അവരുടെ ഐസ്ക്രീം എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. ഇപ്പോൾ സിമൻറ്റ്, അയൺ, സ്റ്റീൽ, റാഡുകൾ, ഇതെല്ലാം പ്രോഡക്ട്സ് ആണ്. അത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി വാങ്ങിക്കുന്നത് അവരുടെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാനാണ്. അങ്ങനെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ വേറൊരു ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഭാഗമാകാൻ വേണ്ടി നമ്മൾ ചില പ്രോഡക്ട്സ് വാങ്ങിക്കുന്നു. കൺസ്യൂമർ ഗുഡ്സിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് 3 കാറ്റഗറി ആയിട്ട്: കൺവീനിയൻസ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ്. കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗുഡ്സ് വിച്ച് ആർ വെരി ഫാമിലിയർ ടു അവർ കൺസ്യൂമേഴ്സ്. നമ്മൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാവും. കുറേ സമയമൊന്നും വേണ്ടി വരില്ല ഇത്തരം പ്രോഡക്റ്റ് വാങ്ങിക്കാൻ. ഈസി പർച്ചേസിങ് ആണ്. നമ്മളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഷോറൂമിൽ നിന്ന് വാങ്ങിയാൽ മതിയാവും.
ഇപ്പോൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വാങ്ങി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് കൺവീനിയൻസ് ഗുഡ്സിൽ വരുന്നത്. ഇപ്പോൾ സോപ്പ്, പേസ്റ്റ്, പേപ്പർ, പാല്, അതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി എല്ലാ കടകളിലും ഏകദേശം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിയാലും തൊട്ടപ്പുറത്ത് ദൂരത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയാലും ഒക്കെ ഏകദേശം ഒരേ റേറ്റ് ആയിരിക്കും. നമ്മളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി അധികം സമയമൊന്നും എടുക്കാതെ സെലക്ട് ചെയ്ത് നമ്മൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സാണ് കൺവീനിയൻസ് ഗുഡ്സ്. ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തരുന്നുണ്ട് കേട്ടോ. അതായത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് നോളജ് നമുക്ക് ഉണ്ടായിരിക്കും. അത് വളരെ മിനിമം എഫേർട്ടോടുകൂടി വാങ്ങിയാൽ മതിയായിരിക്കും. അത് ലോ കോസ്റ്റ് ഐറ്റംസ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് ബ്രെഡ്, മിൽക്ക്, എഡിബിൾ ഓയിൽ അങ്ങനെയുള്ള പ്രോഡക്ട്സിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന പ്രോഡക്ട്സ്. രണ്ടാമത്തേത് ഷോപ്പിംഗ് ഗുഡ്സ് ആണ്. ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിന് പോവുക എന്ന് പറയുമ്പോൾ കുറച്ച് സമയം വേണ്ടി വരും അല്ലേ. ഇപ്പോൾ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് എല്ലാവർക്കും വേണ്ട ഡ്രസ്സ് എടുക്കാൻ പോവാണെന്ന് വിചാരിക്കാം. അവിടെ നമ്മൾക്ക് ആ ലഭ്യമായിട്ടുള്ള പ്രോഡക്ട്സിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയ പ്രോഡക്റ്റ് ആയിരിക്കും, നമുക്ക് കുറച്ച് കാലം ഉപയോഗിക്കാനുള്ളതായിരിക്കും. അപ്പോൾ കുറച്ച് സമയം ചിലവാക്കി തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് വാങ്ങുന്നു. അത്തരം പ്രോഡക്ട്സിനെയാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് purchased only after the buyer has spent some time. കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ പ്രൈസ്, ക്വാളിറ്റി, സ്റ്റൈല്, കളറ് ഇതൊക്കെ മറ്റ് പ്രോഡക്ട്സുമായി കമ്പയർ ചെയ്തുകൊണ്ട് വാങ്ങിക്കുന്നു. ഇനി ഒരു കടയിൽ പോയി നമുക്ക് അവിടെ കിട്ടിയ ചോയ്സ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത കടയിലേക്ക് പോകും. ഒരു പാക്കറ്റ് പാല് വാങ്ങാനാണെങ്കിൽ നമ്മൾ 2-3 കടയിലൊന്നും പോയി നോക്കി തിരഞ്ഞെടുത്തിട്ടൊന്നുമല്ല വാങ്ങുന്നത്. ഒരു പാക്കറ്റ് പാല് വാങ്ങി വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഒരു സാരി എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു കടയിൽ പോകുന്നു, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേറൊരു കടയിൽ പോകുന്നു. അങ്ങനെ ആളുകൾ സമയം ചെലവഴിച്ച് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് ഷോപ്പിംഗ് പ്രോഡക്ട്സ്. ദെൻ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി പ്രോഡക്റ്റ് ആണ്. പേര് പോലെ തന്നെ അത് സംതിങ് സ്പെഷ്യലാണ്. അതിൻ്റെ ഷോറൂം എവിടെയാണോ, കുറച്ച് ദൂരത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയി വാങ്ങിക്കും. കാരണം ആ പ്രോഡക്റ്റ് നമ്മൾക്ക് അത്രയും നമ്മുടെ ഉള്ളിൽ അത്രയും ഡിസയർ ഉണ്ടായിരിക്കും ആ പ്രോഡക്റ്റ് വാങ്ങിക്കണം. ഇപ്പോൾ ചിലപ്പോൾ പുതിയ പുതിയ മോഡൽ കാറുകൾ അല്ലെങ്കിൽ പുതിയ മോഡൽ ഹോം അപ്ലയൻസുകൾ, ഇതൊക്കെ അതിൻ്റെ ഷോറൂം എവിടെയാണോ അവിടെ നമ്മൾ ട്രാവലിംഗ് കൂടെ നമ്മൾ സഹിച്ചാണ് പോകുന്നത്, അവിടെ പോയി തിരഞ്ഞെടുത്ത് വാങ്ങുന്നു. കാരണം അതിന് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, അതിന് അതിൻ്റേതായ സവിശേഷതകളുണ്ട്, വേറിട്ട് നിൽക്കുന്നു, കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരം പ്രോഡക്റ്റ്സ് നമ്മൾ അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ്. അപ്പോൾ ഇതിന് മൂന്നും നമ്മുടെ കൺസ്യൂമർ ഗുഡ്സ് ആണ്. വാങ്ങി ഡയറക്റ്റ് ഉപയോഗമാണ് നമ്മൾ നടത്തുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ്. നമ്മൾ പറഞ്ഞു ആ പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫർദർ വേറൊരു ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഇൻപുട്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ പറയുന്നുണ്ട് അണ്ടർഗോ ഫർദർ കൊമേഴ്സ്യൽ പ്രോസസ്സിങ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നോൺ പേഴ്സണൽ ആയിട്ടുള്ള കൊമേഴ്സ്യൽ യൂസിന് വേണ്ടി വാങ്ങുന്ന പ്രോഡക്റ്റ്സ്. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സപ്ലൈസ്, റോ മെറ്റീരിയൽസ്, ആക്സസറി എക്യുപ്മെൻറ്റ്, ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ, ഇൻസ്റ്റലേഷൻസ്. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ഒരു ഫൈനൽ പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ കേക്കിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേപോലെ ഇപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പരുത്തി, നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽ ആർട്ടിക്കിൾ, കൈത്തറി നെയ്ത്ത് വ്യവസായമാണെങ്കിൽ അതിന് വേണ്ട റോ മെറ്റീരിയലാണ് കോട്ടൺ, പരുത്തി, അതിൻ്റെ ആ പഞ്ഞി അത് കൊണ്ടുവരുന്നു, അതിനെ നൂലുകളാക്കുന്നു, ആ നൂലുപയോഗിച്ച് ഡ്രസ്സ് നമ്മൾ നെയ്തെടുക്കുന്നു, അങ്ങനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നു. അതേപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസുകളുണ്ട്, പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ചില റോ മെറ്റീരിയൽസ് നമ്മൾക്ക് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും. ഇപ്പോൾ ഗോതമ്പോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അടുത്ത വർഷവും വീണ്ടും കൃഷി ചെയ്തുണ്ടാക്കാം. ചില റോ മെറ്റീരിയൽസ് അങ്ങനെയല്ല, ഉപയോഗിക്കും തോറും കഴിഞ്ഞു പോകുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. പെട്രോളിയം ഒക്കെ അതിൻ്റെ
എക്സാമ്പിളുകളാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ ആ റോ മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മളൊരു ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് അതിൽ ഫർദർ പ്രോസസ്സിങ് നടന്നിട്ടുണ്ടാവും. ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഭാഗമാണ്, പക്ഷേ അതൊരു സെമി പ്രോസസ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും. റോ മെറ്റീരിയലിൽ അങ്ങനെയല്ല. പരുത്തിപ്പഞ്ഞി നമ്മൾ നൂലാക്കുന്നു, ആ നൂലുപയോഗിച്ച് ഡ്രസ്സ് വീവ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ആ നൂല് അതൊരു സെമി പ്രോസസ്ഡ് ആണ്. അത് എന്തിൻ്റെ ഭാഗമായി മാറുന്നു? ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഭാഗമായി മാറുന്നു. അതാണ് ഫാബ്രിക്കേറ്റിങ്ങിൽ വരുന്നത്. പിന്നെ ആക്സസറി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ ബയേഴ്സ് ആണെങ്കിൽ അവരുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസിനനുസരിച്ചൊക്കെ പർച്ചേസിങ് ഡിസിഷനൊക്കെ നടത്തിയിട്ടായിരിക്കും വാങ്ങുന്നത്. പിന്നെ വരുന്നത് ഏതാ? ഓപ്പറേറ്റിംഗ് സപ്ലൈ. ഓപ്പറേറ്റിംഗ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് ലിവ്ഡ് ഐറ്റംസ് ആണ് ഓപ്പറേറ്റിംഗ് സപ്ലൈസിൽ വരുന്നത്. പിന്നെ ഇൻസ്റ്റലേഷൻസ്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ ഒരു ജനറേറ്റർ, ലാർജ് പമ്പ് സെറ്റുകൾ, നമ്മൾ വാട്ടർ സപ്ലൈ സ്കീമാണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ ജനറേറ്ററും പമ്പ് സെറ്റും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിലെ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഫർദർ വേറൊരു ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി അടുത്ത കാറ്റഗറി എന്ന് വരുന്നത് ഡ്യൂറബിലിറ്റിയെ അടിസ്ഥാനമാക്കിയാണ്. എത്ര കാലം ഈ പ്രോഡക്റ്റ് നമ്മൾക്ക് ഉപയോഗിക്കാം, അതിൻ്റെ എക്സിസ്റ്റൻസ്. അതിൽ രണ്ട് കാറ്റഗറി, ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് കുറേ കാലം നമ്മൾക്ക് ഉപയോഗിക്കാം. ആദ്യം കുറച്ച് ഹെവി ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും, കുറച്ചധികം പൈസയൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ ഉള്ള ഫർണിച്ചേഴ്സ് എത്രയോ വർഷം നമ്മൾക്ക് ഉപയോഗിക്കാം. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉപയോഗിക്കുന്നതോറും കഴിഞ്ഞു പോകുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ സോപ്പ്, പേസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യം അത് നമ്മൾ റിപ്പീറ്റഡായി ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ ഒരൊറ്റ യൂസേജിൽ ഒരു ബോട്ടിൽ നമ്മൾ കാലിയാക്കുന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതും എപ്പോഴും ഉപയോഗിക്കുന്നതുമായ പ്രോഡക്റ്റ്സ് ആണ് നോൺ ഡ്യൂറബിൾ. ഇതിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയും പ്രൈസും എല്ലാം നമുക്ക് അത്രയും സ്യൂട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് തന്നെ സ്ഥിരമായി ഉപയോഗിക്കും. അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ഇതിൽ വളരെയധികം റോളുണ്ട്. കാരണം നല്ല ഫിലിം സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ പല പ്രോഡക്ട്സും 10-20 രൂപ കൊടുത്ത് വാങ്ങുന്ന ചെറിയ ചെറിയ പ്രോഡക്ട്സ് ആയിരിക്കും. അപ്പോൾ ആ പ്രോഡക്റ്റ് അത്രയും നല്ലതാണെന്ന് വിചാരിച്ച് അത് വാങ്ങിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം യൂസേജ് ആണ്. നോൺ ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം യൂസേജ്. ദെൻ ലാസ്റ്റ് കാറ്റഗറി ടാൻജിബിലിറ്റിയെ അടിസ്ഥാനമാക്കി ടാൻജിബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ഈ ഡ്യൂറബിൾ ഗുഡ്സും ഈ ഇൻഡസ്ട്രിയൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും നമ്മൾ പറഞ്ഞ ഇതുവരെയുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും, തൊട്ട് നോക്കാൻ കഴിയും. ഫർണിച്ചറോ ടൈപ്പ് റൈറ്ററോ കമ്പ്യൂട്ടറോ എന്താണെങ്കിലും ടാൻജിബിൾ ആണ്, ടച്ച് ആൻഡ് സീ. പക്ഷേ ചില പ്രോഡക്റ്റ് ഉണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പീരിയൻസ് ചെയ്യാം, അനുഭവിക്കാൻ പറ്റും. ഇത് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മളൊന്ന് സൂചിപ്പിച്ചതാണ് സർവീസസ് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ ടാൻജിബിലിറ്റിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ ക്ലാസിഫിക്കേഷനിലാണ് സർവീസസ് വരുന്നത്. അപ്പോൾ ഹെയർ കട്ടിങ്, അതുപോലെ ട്രാവലിംഗ്, ദെൻ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന വർക്കുകൾ, ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾക്ക് കിട്ടുന്ന സേവനങ്ങൾ, അങ്ങനെയുള്ള സർവീസസ് എല്ലാം ടാൻജിബിൾ അല്ല, ഇൻടാൻജിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അതുപോലെ ഈ ഇൻടാൻജിബിൾ സർവീസസ് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവരാരും ലാഭത്തിന് വേണ്ടിയല്ല നടത്താറുള്ളത്. പലതരം ഇൻടാൻജിബിൾ പ്രോഡക്റ്റും ഇപ്പോൾ നമ്മൾ സർവീസസ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്നത് എല്ലാ ആളുകളും ഇത് ഓഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയല്ല? ഓപ്പറേറ്റിംഗ് റിസൾട്ട് അല്ലെങ്കിൽ ലാഭം മാക്സിമൈസ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെയല്ല. അപ്പോൾ പ്രോഡക്റ്റും സർവീസും, പ്രോഡക്റ്റിൻ്റെ കാറ്റഗറിയിൽ തന്നെയാണ് സർവീസ് വരുന്നത് എങ്കിൽ കൂടി മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ പോലെയല്ല സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഒബ്ജക്ട്സ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് യൂസർ സ്റ്റാറ്റസ്, ഡ്യൂറബിലിറ്റി ആൻഡ് ടാൻജിബിലിറ്റി. ദെൻ നമ്മളുടെ ഈ യൂണിറ്റിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു പ്രോഡക്റ്റ് മിക്സ് ആയാലും പ്രോഡക്റ്റ് ലൈൻ സ്ട്രാറ്റജി ആയാലും എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്?
നമ്മളുടെ മാർക്കറ്റിൽ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു പൊസിഷൻ ലഭിക്കാനും കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ നമ്മുടെ പ്രോഡക്റ്റിന് നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും വേണ്ടിയാണ് പ്രോഡക്ട്സിലെല്ലാം നമ്മൾ ഓരോരോ വൈവിധ്യവൽക്കരണങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ? പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി നിലവിലുള്ള അവരുടെ പ്രോഡക്റ്റ് മിക്സിനെ വ്യത്യാസം വരുത്താം. ചിലപ്പോൾ അഡീഷണൽ പ്രോഡക്റ്റ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഡക്റ്റിൻ്റെ മോഡലിലോ അതിൻ്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഫീച്ചേഴ്സിലോ മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം. ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് HMT എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന കമ്പനി ഏറ്റവും ആദ്യം അവർ പ്രൊഡക്ഷൻ തുടങ്ങിയത് എന്തായിരുന്നു? മെഷീൻ ടൂൾസ് മാത്രമായിരുന്നു. പിന്നീട് അവർ ട്രാക്ടേഴ്സ്, വാച്ചസ്, പ്രിൻറ്റിംഗ് മെഷീനറി, ഇലക്ട്രോണിക് ബൾബ്സ്, അങ്ങനെ ഒരുപാട് വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഓഫർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആഡിങ് എ ന്യൂ പ്രോഡക്റ്റ് ടു എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് മിക്സ്, അതാണ് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഉൽപ്പന്നങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തുക. പലതരം ഉൽപ്പന്നങ്ങൾ നമ്മൾ എവിടേക്ക് ഓഫർ ചെയ്യുന്നു? മാർക്കറ്റിൽ ഓഫർ ചെയ്ത് കൊടുക്കുന്നു കൺസ്യൂമേഴ്സിന്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ രണ്ട് തരത്തിലുണ്ട്: റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ. റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വി ആർ ആഡിങ് ന്യൂ പ്രോഡക്ട്സ് ബട്ട് സിമിലർ ടു അവർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സുമായി ഏതെങ്കിലും തരത്തിൽ റിലേഷനുള്ള പ്രോഡക്ട്സ് തന്നെയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവർ സാധാരണയായി സോപ്പുകൾ, ടോയ്ലറ്റ് സോപ്പുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈഫ് ബോയ്, ലെക്സ്, പിയേഴ്സ്, അങ്ങനെയുള്ള ബ്രാൻഡഡ് സോപ്പ്. അവർ തന്നെ ഒന്നുകൂടെ അവരുടെ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്തപ്പോൾ ക്ലീനിങ് മെറ്റീരിയൽ ആയിട്ടുള്ള വിം, സർഫ്, റിൻ അങ്ങനെയുള്ള പ്രോഡക്ട്സ് കൂടി മാർക്കറ്റിലേക്ക് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി ആയിട്ട് അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ക്ലീനിങ് മെറ്റീരിയൽസ് ആണ്. ഒന്ന് നമ്മൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നു, വേറൊന്ന് നമ്മൾ പാത്രങ്ങളോ മറ്റു സ്ഥലങ്ങളോ ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ടോയ്ലറ്ററീസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഇതെല്ലാം വരുന്നത്. അതേപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, പെപ്സോഡൻ്റ് ഉണ്ട്, ക്ലോസപ്പ് ഉണ്ട്, ഒക്കെ ടൂത്ത് പേസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റ് മാത്രം അഡീഷണൽ ആയിട്ട് വീണ്ടും റിലേറ്റഡ് ആയ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുകയാണെങ്കിൽ അതാണ് റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ ഗില്ലറ്റ് കമ്പനി ഒരു റേസർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ റേസർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ബ്ലേഡുകൾക്ക് സെയിൽസ് കൂട്ടാൻ വേണ്ടിയായിരുന്നു അത്രേ. അപ്പോൾ ഓരോ കമ്പനികളും ഈ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ടു മേക്ക് മോർ എഫക്റ്റീവ് യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റി. നിലവിലുള്ള SD ഫെസിലിറ്റീസ് മാക്സിമം ഉപയോഗിക്കുക. അതേപോലെ തന്നെ അണ്ടർ യൂട്ടിലൈസ്ഡ് പ്രോഡക്ട്സ്, അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉപയോഗിക്കാതെ, നമുക്കിപ്പോൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ 600 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുവെങ്കിൽ ബാക്കി ഉള്ള ആ കപ്പാസിറ്റി കൂടി ഉപയോഗിച്ച് അഡീഷണൽ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ വാരീഡ് കസ്റ്റമർ നീഡ്സ്, വ്യത്യസ്തമായ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇൻക്രീസ് സെയിൽ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, നിലവിലുള്ള പ്രോഡക്റ്റിൻ്റെ വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സിസ്റ്റിംഗ് റെപ്യൂട്ടേഷൻ, അത് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതിനുള്ള കാരണങ്ങളാണ് ഇത് പറയുന്നത്. ഇങ്ങനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുമുണ്ട്. ഈ പുതിയൊരു പ്രോഡക്റ്റ് കൂടി ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷണൽ ഇമേജും റെപ്യൂട്ടേഷനും ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ നമ്മൾക്ക് നഷ്ടമാണോ ഉണ്ടാവുക? ഇപ്പോൾ ഉള്ള സെയിൽസ് ഫോഴ്സിന് ആ ബാക്കി വരുന്ന പുതിയ പ്രോഡക്റ്റ്സ് കൂടി വിൽപ്പന നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അതേപോലെ പ്രപ്പോസ്ഡ് ന്യൂ പ്രോഡക്റ്റ്
എഫക്റ്റീവ്ലി ഡിഫറൻഷിയേറ്റഡ് ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡൈവേഴ്സിഫിക്കേഷൻ നടത്തേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത, റിലേഷനും ഇല്ലാത്ത ന്യൂ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ മാർക്കറ്റിലേക്ക് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജിയിലൂടെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്റ്റും ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പോളിസിയും ഒക്കെ പുതുതായി വന്നപ്പോൾ അതിൻ്റെ ഓപ്ഷൻസൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി സാധാരണയായി നമ്മുടെ ഹിന്ദുസ്ഥാൻ ലിവർ അവരെന്ത് പ്രോഡക്റ്റ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, നോർമൽ കൺസ്യൂമർ പ്രോഡക്ട്സ് ഒക്കെ ഓഫർ ചെയ്തിരുന്ന ആളുകളായിരുന്നു. അവരിപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് STPP എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, സോഡിയം ട്രൈപോളി ഫോസ്ഫേറ്റ്, ഗ്ലിസറിൻ, നിക്കൽ കാറ്റലിസ്റ്റ് ആൻഡ് ഫൈൻ കെമിക്കൽ, അതേപോലെ തന്നെ പാരാസ് എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റ്, പ്ലാന്റ് ഗ്രോത്ത്, ചെടികൾ വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി നോക്കി നോക്കൂ, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. അതുവരെ അവർ വെറും കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ഒക്കെ ഓഫർ ചെയ്തിരുന്ന ആളുകളാണ്. അവർ ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടത്തണമെന്ന് ആഗ്രഹിച്ചാണ് ഈ കെമിക്കൽ ഫീൽഡിലേക്കൊക്കെ അവരുടെ പുതിയ പ്രോഡക്ട്സ് ആ ഫീൽഡിലേക്ക് ആക്കി മാറ്റിയത്. അതേപോലെ തന്നെ ഗോദ്രേജ് കമ്പനി സാധാരണയായി അവർ ഓഫർ ചെയ്യുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. കോസ്മെറ്റിക്സ് ഉണ്ട്, സ്റ്റീൽ ഫർണിച്ചർ ഉണ്ട്, രണ്ട് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതേപോലെ തന്നെ ആനിമൽ ഫീഡുകളുണ്ട്, ലോക്കുകളുണ്ട്, അങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത ന്യൂ പ്രോഡക്റ്റ് ന്യൂ മാർക്കറ്റ് എക്സ്പ്ലോറേഷൻ, അതാണ് ഈ അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി. അപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് സ്ട്രാറ്റജി അല്ലാതെ പുതിയ ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് കൂടി നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി നമ്മൾക്ക് വേണം. കാരണം ഈ പുതിയൊരു പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യുമോ, ടാർഗറ്റ് കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഇതിനൊരു പൊസിഷൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾക്ക് കൃത്യമായി നോക്കാൻ കഴിയണം. അതേപോലെ തന്നെ അഥവാ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൽ നഷ്ടമുണ്ടായാലും വേറൊരു പ്രോഡക്റ്റിൽ നിന്നുള്ള ലാഭം കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമോ, ഈ കാര്യങ്ങളെല്ലാം നോക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഈ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം നടത്തിയാൽ നമ്മൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അഡ്വാൻറ്റേജസ്? ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് എന്താ, ടു ഇൻക്രീസ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി. മൊത്തത്തിൽ ആ പ്രോഡക്റ്റും ഈ പ്രോഡക്റ്റും എല്ലാം കൂടെ വിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അഡീഷണൽ പ്രോഡക്റ്റ് കോസ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നു, അവർക്ക് കൂടെ നമ്മൾക്ക് ആ പോർഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഹെൽപ്സ് ടു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, അതായത് സീസണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്മാൾ സ്കെയിൽ ഫേം ആണെങ്കിൽ ലോ ലെവൽ പ്രൊഡക്ഷൻ്റെ വീക്ക്നെസ്സുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ അവർക്ക് യൂണിറ്റ് കോസ്റ്റിൽ കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് കുറച്ചുകൂടി ഈസിയായി ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വി ആർ ആഡിങ് ന്യൂ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ടു അവർ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് മിക്സ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ ഇൻക്രീസ്ഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമേഴ്സ് and to withstand in market with competitors, and the ultimate object is to increase our overall profitability.